ജനാധിപത്യ ഇന്ത്യയുടെ താല്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു മണ്ഡല പുനർവിഭജനവും നടത്തേണ്ടത്. മണ്ഡല പുനർവിഭജനം തന്നെ ഒന്ന് നിലവിലുള്ള മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കാം. ഇപ്പോൾ അങ്ങനെ ഡിലിമിറ്റേഷൻ ആവാം, നിലവിലുള്ള അംഗസംഖ്യയെ മുൻനിർത്തിക്കൊണ്ട്. ഇവിടെ ബി ജെ പി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മേധാവിത്വമുള്ള അവർക്ക് ആളുകളെ കൂടുതൽ ജയിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കോൺസ്റ്റിറ്റ്യുവൻസികൾ ഉണ്ടാക്കുക. അത് ജനാധിപത്യ ഇന്ത്യയുടെ താല്പര്യത്തെ നിരക്കുന്നതല്ല. ഫെഡറൽ ഇന്ത്യയെ തകർക്കുന്ന, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്ന ഒരു ബില്ലാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ജനാധിപത്യ ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്നലകളിൽ നമ്മുടെ മനുഷ്യ വികസന സൂചികയിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കെല്ലാം കിട്ടുന്ന ഒരു കടുത്ത പ്രഹരം കൂടിയായിട്ടാണ് ഈ ഡീലിമിറ്റേഷൻ മാറാൻ പോകുന്നത്. ഇവരുദ്ദേശിക്കുന്ന ഡീലിമിറ്റേഷൻ മാറാൻ പോകുന്നത്. ഇതിന് കേവലം നമ്മുടെ നിയമനിർമ്മാണ സഭകളിലെ പ്രാതിനിധ്യം മാത്രമല്ല ഇത്. ആ പ്രാതിനിധ്യം തന്നെയാണ് രാജ്യത്തെ നിശ്ചയിക്കുന്നത്, രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയ ആകെ നിശ്ചയിക്കുന്നത് എന്നതിനൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ റിസോഴ്സിൻ്റെ വിഭജനത്തിൻ്റെ കാര്യത്തിലും ഇതൊരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഇന്ത്യയുടെ വിഭവങ്ങളുടെ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രദേശത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുകയും മനുഷ്യ വിഭവ സൂചികയിൽ ഇന്നലകളിലെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കടുത്ത പണിഷ്മെൻ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഡീലിമിറ്റേഷൻ എന്നതുകൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് കാണാനേ കഴിയുകയുള്ളൂ. ഈ വനിതാ ബില്ലിനെ എതിർക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇടത് പാർട്ടികൾക്ക്, അല്ലെങ്കിൽ വനിതാ ബില്ല് നിയമമായി കഴിഞ്ഞു, ഇപ്പം ഭേദഗതി. രണ്ടാമത്തെ വിഷയം, ഡീലിമിറ്റേഷനെയും വനിതാ സംവരണത്തെയും ഇവർ കൂട്ടിക്കെട്ടുകയാണ്. ഡീലിമിറ്റേഷൻ എന്നുള്ളത് മറ്റൊന്നും, വനിതാ സംവരണം എന്നുള്ളത് വേറൊരു വിഷയവുമാണ്. എക്സിസ്റ്റിംഗ് പാർലമെൻറ്റിലെ അംഗത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംവരണം നൽകുന്നതിന് സാധിക്കുന്നതാണ്. പക്ഷെ ബി ജെ പി അതിന് തയ്യാറാവുന്നില്ല. നിലവിലുള്ള പാർലമെൻറ്റിലെ അംഗത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സംവരണമാണ് ഇപ്പോൾ നടപ്പിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് തയ്യാറാവാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്.